അപ്പോൾ നീയൊക്കെ മന്ത്രിയായത് തെറ്റാതെ ചെല്ലുന്ന അമ്മ തമാശ ചോദിച്ചു. അപ്പോൾ അന്ന് എൻ്റെ ഫാദർ പറഞ്ഞു, അവനൊന്നും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരില്ലല്ലോ. മന്ത്രി കെ മുരളീധരൻ മാതൃഭൂമിയിൽ സൗഹൃദ സന്ദർശനത്തിനെത്തിയതാണ്. സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം തോന്നിയത്, എല്ലാവരും മലയാളത്തിൽ ചൊല്ലി, കെ മുരളീധരൻ മാത്രം ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ തീരുമാനിക്കാൻ കാരണം? അത് എൻ്റെ പിതാവ് അതേ 5 തവണയാണ് കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. 4 തവണ മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹം ഇത് 5 ഇംഗ്ലീഷിലായിരുന്നു. അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷിൽ തന്നെ, പിന്നെ കേന്ദ്രമന്ത്രിയായപ്പോൾ ഇംഗ്ലീഷിലായിരുന്നു. അതുകൊണ്ട് പിതാവ് സ്ഥിരമായിട്ട് ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. അതുകൊണ്ട് ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തു. സത്യവാചകം ചൊല്ലുമ്പോൾ അതിനകത്തൊരു വാക്കുണ്ട്, that I will faithfully and conscientiously. അതെ, അതെങ്ങനെ മറികടന്നു? അതിൻ്റെ കഥയുണ്ട്. അതിൻ്റെ രസമുണ്ടായിരുന്നു. പണ്ട് കുട്ടിക്കാലത്ത് ഫാദർ ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഈ വാക്കിനെ കുറിച്ചൊരു ചർച്ച വീട്ടിൽ വന്നു. അപ്പോൾ അന്ന് അമ്മ, അന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാനന്ന് 9ാം ക്ലാസ്സിലെ മറ്റേ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നീയൊക്കെ മന്ത്രിയായത് തെറ്റാതെ ചെല്ലുന്ന അമ്മ തമാശ ചോദിച്ചു. അപ്പോൾ അന്ന് എൻ്റെ ഫാദർ പറഞ്ഞു, അവനൊന്നും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരില്ലല്ലോ, ഇതിലൊന്നും താല്പര്യമില്ലാത്തവനല്ലേ എന്നൊരു കമൻ്റ് അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ വാക്കിനോടൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇത് തെറ്റാതെ എല്ലാം. കാരണം ഇത് അന്ന് ഒരു വാശിയായിരുന്നു അച്ഛൻ പറഞ്ഞപ്പോൾ. അപ്പം മന്ത്രിയാവുമെന്ന് പോകുന്നുണ്ട്, ഞാൻ തമാശ പറഞ്ഞു, തമാശയായിട്ട് അച്ഛൻ പറഞ്ഞതാണ്. എങ്കിലും അതൊരു ആ വാക്കിനോടൊരു പ്രത്യേക താല്പര്യം തോന്നി. And conscientiously discharge my duties. രണ്ടാമത്തത് കാറിൻ്റെ നമ്പറും ഒരു കൗതുകമുണ്ട്. 11 നമ്പർ. അത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്ന കാലത്തും 11 പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇരുന്നപ്പോഴും 11. അപ്പോൾ 2 കാര്യങ്ങളിൽ പിതാവിനെ അനുകരിച്ചിട്ടുണ്ട് ഇന്നലെ. മന്ത്രിയായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പഴയ നിയമസഭാ ഹോളൊക്കെ കാണും. ഞാൻ അച്ഛൻ്റെ കൂടെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് അച്ഛൻ പോകുമ്പോൾ ഒപ്പം പോകാറുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഫാദറായിട്ട് സ്ഥിരമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിൽ പോകുമ്പോൾ ആ കാറിൽ ഞാനും ഉണ്ടാവാറുണ്ട്.